വധശിക്ഷ വിധിച്ച ജഡ്ജിക്കും തൂക്കിലേറ്റിയ ആരാച്ചാർക്കും പാപമുണ്ടാകുമോ? തന്റെ വ്യക്തിപരമായ ഏതെങ്കിലും താല്പര്യത്താൽ ധർമ്മമര്യാദയ്ക്ക് വിരുദ്ധമായി വധശിക്ഷ വിധിച്ച ജഡ്ജിക്കും ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട തന്റെ ശത്രുത്വം തീർപ്പാക്കപ്പെട്ടല്ലോ എന്ന വൈയക്തിക സന്തോഷത്തോടെ തൂക്കിലേറ്റുന്ന ആരാച്ചാർക്കും പാപമുണ്ട്. അല്ലാതെ ധർമ്മവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജഡ്ജി എന്ന ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു, ആരാച്ചാർ എന്ന ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു എന്ന ഭാവനയോടെ സമചിത്തതയോടെ വിധി കൽപ്പിക്കാൻ കഴിയുകയും വിധി നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ജഡ്ജിക്കും ആരാച്ചാർക്കും ഒരു കുഴപ്പവും ഇല്ല. കാരണം അവരുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം അവർ ചെയ്തേ മതിയാവും. ചോദ്യം, മറ്റൊരാളെ കൊല്ലാൻ ഇയാൾക്ക് എന്താ അധികാരം? കൊല്ലാൻ ഹേതുവായ കുറ്റം ചെയ്യാൻ മറ്റേയാൾക്ക് എന്താ അധികാരം? ഈ ധർമ്മം എന്നുള്ളത് ഈ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ദുര്യോധനനും കർണനൊക്കെ, കൃഷ്ണ ഇതാണോ ധർമ്മം? എവിടെയാണോ നിന്റെ ധർമ്മം കുറച്ച് മുമ്പിട്ടിരുന്നത്? അന്നൊരു യുവതിയെ, ഒരു സ്ത്രീയെ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? ഇപ്പൊ വലിയ ധർമ്മം പറഞ്ഞു വന്നിട്ട്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോ ഇവിടെ ഈ മട്ടന്നൂര് ഈ ലക്ഷ്മീകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ ഇരുന്ന് ഇങ്ങനെ ശാസ്ത്ര വിചാരം ചെയ്യുക, ആർക്കും ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ കുറച്ച് ഈ കറണ്ട് പോയതിന് ശേഷം കുറച്ച് ചൂടും കുറച്ച് നേരത്തെ ആ പുക വന്നപ്പോ കുറെ ആൾക്കാരുടെ കണ്ണൊക്കെ പുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. എന്നാലും നമ്മൾ സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്ന് ശാസ്ത്ര വിചാരം ചെയ്യുന്നുണ്ടില്ലേ? എന്താ കാരണം? അതിർത്തിയില് നമ്മുടെ ജവാന്മാര് സ്വയം ജീവൻ പണയം വെച്ച് രാഷ്ട്രരക്ഷ ചെയ്യുന്നുണ്ടാ, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ അതിർത്തിയിൽ ജവാന്മാർ അവരുടെ ജീവൻ പണയം വെച്ച് ഈ രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നുണ്ടാ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണത്. അല്ലെങ്കിൽ ചർച്ച ചെയ്യില്ല, ഓടും ഓരോരുത്തരും. അപ്പോ ശത്രു ഇരച്ചു കയറി നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വരുമ്പോ വെടിവെച്ചാ പാപാവില്ലെന്ന് ചിന്തിച്ചാലോ? പാപമല്ലാതെ. എന്നാൽ സൈനികൻ എന്ന നിലയ്ക്ക് കിട്ടിയ തന്റെ ആയുധത്തെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. ഈ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ജവാന്മാരൊക്കെ പറയാറുണ്ട്, എന്ത് സ്നേഹ വ്യക്തികൾക്ക് തമ്മിൽ, അപ്പുറത്തുപ്പുറത്തുള്ളവർക്ക് തമ്മിൽ. വലിയ അപ്പുറത്തുള്ള റൊട്ടി ഇപ്പുറത്ത് കൊടുക്കും, ഇപ്പുറത്തുള്ള റൊട്ടി അങ്ങോട്ട് കൊടുക്കും. പക്ഷേ നമുക്ക് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ മട്ടുമോ, അപ്പൊ അവനെ വെടിവെക്കും. നേരത്തെ റൊട്ടി വാങ്ങി കഴിച്ചവനെ തന്നെ വെടിവെക്കും. അത് വേറെ വിഷയം. രണ്ടും രണ്ടാണ്. അവിടെ വ്യക്തി താല്പര്യമില്ല, അവിടെ രാഷ്ട്ര താല്പര്യമില്ല.